ഒരു കാര്യം കൃത്യമായിട്ട് പറയാം. മിഡിൽ ഈസ്റ്റ് വെസ്റ്റ് ഏഷ്യ വാർ, അതായത് ഇറാൻ, അമേരിക്ക, ഇസ്രായേൽ, ഈ വാറ് ഇനിയും കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 4, 5, 6 ദിവസം, അതിൽ കൂടുതൽ നീണ്ടു നിൽക്കില്ല. അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നത് ഇത്ര ദിവസത്തിനുള്ളിൽ വാറ് തീർക്കണം, ഈ സമയത്തിനുള്ളിൽ ഇറാനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കണം. അതിനിടയ്ക്ക് ഈ പറയുന്ന സോട്ടീസിൻ്റെ അകത്ത് എണ്ണം വെച്ച് ഇത്ര എണ്ണം പോകുന്നു, ഇത് ചെയ്യുന്നു. അത് മാറ്റിയിട്ട് വൈഡായിട്ട് എങ്ങനെയാണ് ഇറാൻ്റെ എല്ലാ ഭാഗത്തും അറ്റാക്ക് എത്തുന്നത്, അതായത് അവരുടെ മിസൈൽ ലോഞ്ചേഴ്സും മറ്റും, അത് മാത്രമല്ല, അവരുടെ പട്ടാള കേന്ദ്രങ്ങൾ മാത്രമല്ല, ഇറാൻ്റെ കൊമേഴ്ഷ്യലായിട്ടുള്ള സംഭവങ്ങൾ, അതിനകത്ത് ഹോർമുസിനടുത്ത് കിടക്കുന്ന ഖാർഗ് ഐലൻഡ്, അവിടെ ഇറാൻ്റെ പെട്രോളിയം ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ക്രൂഡുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ലോഡിങ്ങും അതിൻ്റെ പൈപ്പ് ലൈൻ സ്റ്റോറേജും അതിനെ കംപ്ലീറ്റ് ആയിട്ട് തീർക്കുക. അതേപോലെ തന്നെ ഈ വൈഡായിട്ട് ഈ അറ്റാക്ക് കിടക്കുമ്പോൾ ജനങ്ങൾക്ക് അതിഭയങ്കരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക. അതിനുശേഷം ഈ പറയുന്ന വാറ് എങ്ങനെ നിൽക്കും, ഇതാണ് അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത്. അമേരിക്കൻ ഡെയിലീസും അതേപോലെ ജെറുസലേം പോസ്റ്റ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ഘടകങ്ങളുണ്ട്. എന്താണ് പ്രധാനപ്പെട്ട ഘടകങ്ങൾ നോക്കാം. അതായത് ഇറാൻ റിജീം, ആ ഭരണകൂടവുമായിട്ട് ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന, ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന വലിയൊരു കൂട്ടം ആൾക്കാരെ ഇല്ലാതാക്കി. ഏതോ നമ്മൾ പറയുവാണെങ്കിൽ ഇത് കൃത്യമായിട്ട് പറയാം, ഈ പറയുന്ന മുസ്താഫ് ഖമൈനി, അതായത് അലി ഖമൈനിയുടെ മകൻ, അയാൾ റഷ്യയിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അത് റഷ്യയിൽ പോയി എന്നും വാർത്തകളുണ്ട്. കാരണം റഷ്യയിൽ നിന്ന് ഒരു എയർക്രാഫ്റ്റ് വന്നു മെഡിസിനുമായിട്ട്. ആ എയർക്രാഫ്റ്റ് ഇയാളും തിരിച്ചു പോയിട്ടുണ്ട് എന്നാണ് വാർത്തകൾ. അത് ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പോയി എന്നുള്ള വാർത്തകൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ റെജീമുമായി ബന്ധപ്പെട്ട ആളുകൾ ഇല്ലാതായി. അതുകൊണ്ട് മറ്റുള്ള ആൾക്കാർ, അതായത് റെജീം ചേഞ്ച് എന്ന് പറഞ്ഞൊരു സംഭവം പൂർണ്ണമായിട്ട് നടപ്പിലായി. കാരണം അവർ കൊല്ലപ്പെട്ടു. അതുകൊണ്ട് ഫർദർ ഇത് എസ്കലേറ്റ് ചെയ്തു പോകുന്നതിനെ കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ട് ഈ 3, 4, 5 ദിവസം കൊണ്ട് വാറ് തീർത്തിട്ട് ഗ്ലോബലായിട്ട് എണ്ണയുടെ ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്. ഏഷ്യൻ രാജ്യങ്ങളാണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിലാണെങ്കിലും. അതേപോലെ തന്നെ LPGയുടെ ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ അമേരിക്കയ്ക്കെതിരെ ഇസ്രായേലിനെതിരെ തിരിയുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ഒരു ലോങ് ടൈം ആയിട്ട് കൊണ്ടുപോകാതെ തീർക്കുക എന്ന് തന്നെയാണ് അമേരിക്കൻ ആവശ്യം ഇസ്രായേലിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. അതായത് ഇസ്രായേലിൽ ഏകദേശം 300ഓളം ഫൈറ്റർ എയർക്രാഫ്റ്റുകളുണ്ട്. അതിൽ 100ഉം 150ഉം വെച്ചാണ് ഈ ടാർജറ്റുകളിലോട്ട് പോകുന്നത്. അത് കംപ്ലീറ്റ് ഏകദേശം 200 എണ്ണം, അത് 250 എണ്ണോളം കംപ്ലീറ്റ് ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ് എന്നതാണ് അറിയുവാൻ സാധിക്കുന്നത് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ അനുസരിച്ച്. അതേപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലും അതേപോലെ തന്നെ ചില പത്രങ്ങളിലും സാറ്റലൈറ്റിലൊക്കെ വന്നിരിക്കുന്ന വാർത്തയുണ്ട്, ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഈ ചിത്രങ്ങൾ വരുന്നതും വീഡിയോ വരുന്നതും എല്ലാം വ്യാജമാണ്. 6 വിരൽ കാണിക്കുന്നു, കോഫി കുടിക്കാൻ പോയി, അത് കള്ളത്തരമാണ്, ഇതൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ട്. ഇതെല്ലാം ഫേക്ക് നരേറ്റീവ്സ് ആണ്. അതേപോലെ എബ്രഹാം ലിങ്കൻ കപ്പൽ, അതായത് വെസല്, ഹ്യൂജ് ആയിട്ടുള്ള വെസലാണ്. അതേപോലെ തന്നെ ജെറാൾഡ്, USS ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ, അതേപോലെ തന്നെ മറ്റുള്ള അമേരിക്കൻ യുദ്ധക്കപ്പൽ, കാരണം ചുറ്റുമാണ് കിടക്കുന്നത്. ഇതിനൊക്കെ അറ്റാക്ക് കിട്ടി, ഇതൊക്കെ നശിച്ചു പോയി എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. ഈ ജെറാൾഡിൽ തീപിടുത്തം ഉണ്ടായി എന്ന് പറയുന്ന സത്യമാണ്. കാരണം അതിൻ്റെ ഈ തുണി വാഷ് ചെയ്യുന്ന ഭാഗത്ത് ഷോർട്ട് സർക്യൂട്ടിൽ തീപിടുത്തമുണ്ടായി, അത് അണയ്ക്കുകയും ചെയ്തു. അല്ലാതെ ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടിട്ടില്ല. അദ്ദേഹം വളരെ ആക്റ്റീവാണ്. അദ്ദേഹം തന്നെയാണ് വാറുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡിറക്ഷൻസ് മുഴുവനും കൊടുക്കുന്നത്. അത് 100% തെറ്റായ വാർത്തയാണ്. അതേപോലെ ഇത് അമേരിക്കയ്ക്ക് ഈ പറയുന്ന പോലെ വലിയ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. അവരുടെ ബേസുകളിൽ ഈ പല ഇൻ്റർസെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എയർ ഡിഫൻസ് സിസ്റ്റം വെച്ച് ഇൻ്റർസെപ്റ്റ് ചെയ്യുകയും ചില
ഡ്രോൺസും ചില മിസൈലുകളും ആ ബേസുകളിൽ വന്നിട്ടുണ്ട്. അതും തള്ളിക്കളയുന്നില്ല. ബാഗ്ദാദിൽ ഹിറ്റ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ മിഡിൽ ഈസ്റ്റിൽ അവരുടെ സൗദി അറേബ്യയുടെ അവിടെ ഹിറ്റ് ഉണ്ടായിട്ട് ഇതൊക്കെ സത്യമായ കാര്യങ്ങളാണ്. അല്ലാതെ വലിയ രീതിയിലുള്ള ലോസ് ഒന്നും അമേരിക്കയ്ക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ പറയുന്ന ഇസ്രായേലിന് ഈ പറയുന്ന മാൻ പവർ ലോസ് എന്ന് പറയുന്നത് 20 ആൾക്കാർ കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കാര്യമായ അറ്റാക്കുകളൊന്നും, അതായത് കഴിഞ്ഞ 11 ദിവസത്തെ വാറിലുണ്ടായവർ അന്ന് ഏകദേശം 400ഓളം പേരാണ് ഇസ്രായേലി കമ്മ്യൂണിറ്റിയിലുള്ളവർ കൊല്ലപ്പെട്ടത്. പക്ഷേ ഇപ്രാവശ്യം അത് വളരെ വളരെ കുറച്ച് തന്നെയാണ് പോയിരിക്കുന്നത്. കാരണം ഹൈലി സെൻസിറ്റീവായിട്ട് തന്നെയാണ് ഇസ്രായേലും അതേപോലെ അമേരിക്ക ഈ വാറിനൊക്കെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അമേരിക്ക ഇത്രയും വലിയ വാർഷിപ്പും സംഭവങ്ങളുമായിട്ടൊക്കെ വരുമ്പോൾ അവർക്കറിയാം ഇത്ര ദിവസം നീണ്ടു നിൽക്കും, ഇത്ര ദിവസം കഴിയുമ്പോൾ ഇറാനെ പൂർണ്ണമായിട്ട് ഒതുക്കാൻ കഴിയും. ആ രീതിയിലാണ് ഈ വാറ് പോകുന്നത്. മറ്റുള്ള മീഡിയ വാർത്തകളും മുഴുവനും തെറ്റാണ്. ഇതൊക്കെ ചുമ്മാ ആൾക്കാർക്ക് സെൻസേഷനലിസം അഥവാ തെറ്റായ ഫേക്ക് നരേറ്റീവ്സ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു കാര്യം പറയാം, ഇറാൻ്റെ ലീഡർഷിപ്പ് ഏകദേശം പൂർണ്ണമായിട്ടും നശിച്ചു കഴിഞ്ഞു. ഇനി അവിടെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ ജീവനോടെ. അതേപോലെ ഈ മുസ്താഖ് ഖമൈനി പോയെന്നുള്ള കാര്യം ഇറാനിയൻ ചില മീഡിയ റിസോഴ്സസ്, അതായത് സോഴ്സുകൾ കൺഫേം ചെയ്യുന്നുണ്ട്. അയാൾ റഷ്യയിൽ പോയി. ഇപ്പോൾ അമേരിക്ക നോക്കുന്നത് എൻറിച്ച് ചെയ്ത യുറേനിയം, അതായത് ഇറാനിലുള്ള യുറേനിയം എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ. കാരണം ബാക്ക്ഡോർ ടോക്സ് നടക്കുന്നുണ്ട്. അതായത് കംപ്ലീറ്റ് സറണ്ടർ ഇറാൻ ചെയ്യുമെന്ന് തന്നെയാണ് അമേരിക്കയുടെ വിശ്വാസം. കാരണം ശരിക്കും വല്ലാത്ത രീതിയിൽ അറ്റാക്ക് ചെയ്ത് കഴിയുമ്പം ഇറാന് പിന്നെ മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. ആ രീതിയിലാണ് ഈ വാറ് പോകുന്നത്. വീണ്ടും ആവർത്തിക്കുന്നു, ഏകദേശം 4-5 ദിവസംക്കുള്ളിൽ വാറ് പോവുകയില്ല. കാരണം അതിനുള്ളിൽ ഈ വാറ് തീർക്കണമെന്ന് തന്നെയാണ് അമേരിക്ക ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. മറ്റുള്ള ലോകരാജ്യങ്ങളും ഇതിനെപ്പറ്റി പറയുവാൻ തുടങ്ങി. വാറ് ഫർദർ എസ്കലേറ്റ് ചെയ്യുവാണെങ്കിൽ ഗ്ലോബലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് ഈ വാറ് തീർക്കും. പിന്നെ ഇറാനെ സംബന്ധിച്ചിടത്തോളം വാറ് ഫർദർ എസ്കലേറ്റ് ചെയ്ത് വൈഡ് സ്പ്രെഡ് ആക്കണമെന്ന് തന്നെയാണ് അവരുടെ താല്പര്യം. കാരണം അവരുടെ ഏറ്റവും പ്രമുഖ നേതാക്കൾ ഒന്നടങ്കം തീർന്നു പോയൊരു വാറാണ് ഈ പറയുന്ന 18 ദിവസം അല്ലെങ്കിൽ 19 ദിവസം നമ്മൾ കണക്കാക്കുമ്പോൾ. കാരണം ഇതേപോലൊരു അറ്റാക്ക് അവരുടെ ലൈഫിൽ പോലും ഉദ്ദേശിച്ചില്ല. അവരേറ്റവും കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്ത് അവരുടെ പല IRGCയുടെ ആണെങ്കിൽ അവരുടെ ഭരണം നയിക്കുന്ന, അതായത് റിജീമുമായി ബന്ധപ്പെട്ടുള്ള സീനിയർ ലീഡേഴ്സ്, ഏറ്റവും പവർഫുൾ ലീഡേഴ്സ് അവർ എലിമിനേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവർക്കും അറിയാം, ഇറാനും കൃത്യമായിട്ടറിയാം, അവർക്ക് ഈ വാർ ഫർദർ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എങ്ങനെങ്കിലും ഇത് എവിടെയെങ്കിലും കൊണ്ട് നിർത്തുക എന്നതാണ് ഇപ്പോൾ ഇറാൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത്.